നമസ്കാരം. സമാധാന ചർച്ചകൾക്കിടയിലും അമേരിക്കയും ഇസ്രായേലിനെയും പരിഹസിച്ച ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസിയുടെ പരിഹാസരൂപേണയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ വീണ്ടും ചർച്ചയാകുന്നു. മാർച്ച് 27 വീഡിയോ പോസ്റ്റ് ചെയ്തതെങ്കിലും വീഡിയോ ഇപ്പോഴും വൈറലാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ എംബസി പ്രതികരിച്ചിരിക്കുന്നത്. ടെല്ലവീവിൽ കൂടുതൽ കൃത്യതയോടെ ബോംബെറിയാൻ മാതള നാരങ്ങ ജ്യൂസ് കുടിക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു ഇറാനിയൻ സൈനികൻ സ്കേറ്റ് ബോർഡിൽ സഞ്ചരിച്ചുകൊണ്ട് മാതള നാരങ്ങ ജ്യൂസ് കുടിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. പശ്ചാത്തലത്തിൽ സൈനിക ട്രക്കുകളും ആകാശത്തേക്ക് കുതിച്ചുയർന്ന മിസൈലുകളും കാണാം. ഗൗരവകരമായ യുദ്ധ സാഹചര്യത്തെ പരിഹാസത്തോടെ അവതരിപ്പിക്കാനാണ് ഇറാൻ ഇതിലൂടെ ശ്രമിക്കുന്നത്. ഇസ്രായേൽ അമേരിക്ക ആക്രമണങ്ങളെ ഇറാൻ ലാഘവത്തോടെ പ്രതിരോധിക്കുന്നു എന്നാണ് വീഡിയോ സന്ദേശം. ഈ വീഡിയോ ഇറങ്ങുന്നതിന് 2 ദിവസം മുൻപ് സമാനമായ രീതിയിൽ ഇറാൻ സ്റ്റേറ്റ് മീഡിയ 54 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു AI വീഡിയോയും പുറത്തുവിട്ടിരുന്നു. എല്ലാവർക്കും വേണ്ടിയുള്ള പ്രതികാരം, വൺ വെനഗൻസ് ഫോർ ഓൾ എന്ന് പേരിട്ടിരുന്ന ആ വീഡിയോയിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അമേരിക്കൻ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളായ റെഡ് ഇന്ത്യൻ വംശഹത്യ, ഹിരോഷിമയിലെ ആറ്റം ബോംബ് സ്ഫോടനം, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, പലസ്തീൻ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങൾ എന്നിവ ഇതിലെടുത്തു കാട്ടുന്നുണ്ട്. വീഡിയോയുടെ അവസാനത്തിൽ പ്രതിമയുടെ തലയ്ക്ക് പകരം ബാൽ എന്ന പിശാചിന്റെ രൂപം നൽകിയാണ് ഇറാൻ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അമേരിക്ക ഇത്രയും നാൾ നടത്തിയ യുദ്ധങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരം എന്ന രീതിയിൽ ഇറാനിലെ സുപ്രീം ലീഡറായ അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ വലിയ മിസൈൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ലക്ഷ്യമാക്കി വിടുന്നതാണ്. ഏറ്റവും ഒടുക്കം സ്റ്റാച്യു ഓഫ് ലിബർട്ടി തകർന്ന് കടലിൽ പതിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും. എന്തായാലും അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധങ്ങൾ ഇറാൻ പൂർണ്ണമായും പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് എന്നും അവരുടെ ആക്രമണങ്ങളെ ഒന്നും ഇറാനെ തകർക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല എന്നുമാണ് ഇതിൽ നിന്ന് ഇറാൻ നൽകുന്ന പാഠം. എന്തായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് 5 ദിവസത്തെ ഇടവേള പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരം പ്രകോപനപരമായ വീഡിയോകൾ പുറത്തു വരുന്നത്. ഇറാനുമായി നടത്തുന്ന ചർച്ചകൾ ക്രിയാത്മകമാണെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രതികരണം ഇതിനൊക്കെ വിരുദ്ധമാണ്. യുദ്ധം അവസാനിപ്പിക്കാനായി 15 സമാധാന നിർദ്ദേശങ്ങൾ വാഷിംഗ്ടൺ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി മറുപടി നൽകിയിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഇറാൻ ഇത്തരത്തിൽ വീഡിയോകൾ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ കൂടി തന്നെ പ്രചരിപ്പിക്കുന്നത്. എന്തായാലും നിലവിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ സങ്കീർണമാവുന്ന സാഹചര്യത്തിൽ ഇത്തരം സൈബർ പ്രചരണങ്ങൾ നയതന്ത്ര ചർച്ചകളെ ബാധിച്ചേക്കാമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം ഇറാനുമായുള്ള സമാധാന കരാർ ഉടൻ ഉണ്ടായേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. യുദ്ധകളത്തിൽ കനത്ത തിരിച്ചടി നേരിട്ടതോടെ ഇറാൻ ഭരണകൂടം സമാധാന ചർച്ചകൾക്കായി അമേരിക്കയ്ക്ക് മുന്നിൽ ഇരക്കുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. എയർഫോഴ്സ് 1 വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇറാൻ വഴങ്ങുന്നതിന്റെ സൂചനകൾ ട്രംപ് പുറത്തുവിട്ടത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇതിനോടകം തന്നെ അമേരിക്കൻ സൈന്യം ഏറ്റെടുത്തു കഴിഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഇറാന്റെ ഉപരോധത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില റെക്കോർഡ് വേഗത്തിൽ കുതിച്ചുയരുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന വരുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ തമാശ രൂപേണ സ്ട്രെയിറ്റ് ഓഫ് ട്രംപ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം മേഖലയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചുവെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു.